ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ ദേവദേവ വാസുദേവ ഹരേ കൃഷ്ണ. അങ്ങനെ നാമം ജപിച്ച് ദേവഹുതി ഭഗവാന്റെ ചരണത്തിൽ ലയിച്ചു. ദേവയുടെ ശരീരം ഒരു നദിയായി ഒഴുകി ഓടി. ഇത് കേൾക്കുന്നവർക്ക് ഭഗവാന്റെ പാദത്തിൽ ഭക്തിയും മുക്തിയും ഭഗവതി കൃതതി സുപർണകേതൗ ഉപലഭതേ ഭഗവത് പദാരവിന്ദം പറഞ്ഞുകൊണ്ടാണ് തൃതീയ സ്കന്ധം സമർപ്പിച്ചു. പിന്നെ നാലാമത്തെ സ്കന്ധത്തിൽ പ്രധാനമായിട്ട് 4 ചരിത്രം: ദക്ഷയാഗം, ധ്രുവചരിത്രം, പൃഥുചരിത്രം, പുരഞ്ജനോപാഖ്യാനം. ഈ 4 ചരിത്രവും ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾക്ക് വേണ്ടിയാണ്. അതിൽ ആദ്യം ദത്താത്രേയ അവതാരം വർണ്ണിച്ചു ആദ്യത്തെ അധ്യായത്തിൽ. കാരണം അത്രി എന്ന് പേരുള്ള മഹാത്മാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 ഇല്ലേ: ന ത്രി, കാമം, ക്രോധം, ലോഭം, അല്ലെങ്കിൽ സത്വഗുണം, രജോഗുണം, തമോ ഗുണം, അല്ലെങ്കിൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. നമ്മൾ ചിലപ്പോൾ വീഴ്ചിരിക്കും, ഇല്ലെങ്കിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും, ചിലപ്പോൾ നല്ല ഡീപ്പ് സ്ലീപ്പായിരിക്കും. ഇത് 3ഉം കടന്ന് 4ാമത്തെ സ്ഥിതിയാണ് തുരീയ നില, സമാധി. എപ്പോഴും സമാധിയിലിരിക്കുന്ന മഹാത്മാവാണ് അത്രി മഹർഷി. അവരുടെ ഭാര്യ അനസൂയാദേവി. ഇവർ 2 പേർക്കും ഭഗവാൻ മാത്രമല്ല, ബ്രഹ്മ, വിഷ്ണു, ശിവൻ 3 പേരും പുത്രന്മാരായി ജനിച്ചു. ബ്രഹ്മാവിൻ്റെ അംശമായി ചന്ദ്രനും, വിഷ്ണുവിൻ്റെ അംശമായി ദത്തനും, ശിവൻ്റെ അംശമായി ദുർവാസ മഹർഷിയും അവതാരം ചെയ്തു. പിന്നെ നരനാരായണ അവതാരം വർണ്ണിക്കുന്നു. ഇതൊക്കെ സ്വയംഭൂമനുവിൻ്റെ പെൺകുട്ടികളുടെ പരമ്പരയാണ്. പ്രസൂതി എന്ന പേരുള്ള പെൺകുട്ടിയെ ദക്ഷൻ വിവാഹം കഴിച്ചു. അവർക്ക് 16 പെൺകുട്ടികളുണ്ടായി. അതിൽ 13 പേരെ ധർമ്മദേവത വിവാഹം കഴിച്ചു. അതിൽ 13ാമത്തെ പെൺകുട്ടിയാണ് മൂർത്തി. മൂർത്തിക്കും ധർമ്മദേവതയ്ക്കും ഭഗവാൻ നരൻ, നാരായണൻ എന്ന 2 രൂപത്തിൽ അവതാരം ചെയ്തു നരനാരായണനായിട്ട്. ഈ നരനാരായണ ഭഗവാനാണ് ബദരികാശ്രമത്തിൽ നമുക്ക് വേണ്ടി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ സ്വാഹ എന്ന പെൺകുട്ടിയെ അഗ്നി ഭഗവാനും സ്വധാവിനെ പിതൃക്കളും സതിയെ മഹാദേവനും വിവാഹം കഴിച്ചു. എല്ലാവർക്കും വംശപരമ്പര ഉണ്ടായി. സതിക്കും മഹാദേവനും മാത്രം വംശം ഉണ്ടായിട്ടില്ല. കാരണം സതീദേവി തൻ്റെ ചെറുപ്പത്തിൽ തന്നെ ശരീരത്യാഗം ചെയ്തു പറഞ്ഞപ്പോൾ വിതുരൻ ചോദിക്കുന്നു, അതിന് കാരണം എന്താണെന്ന്. അപ്പോൾ അതിൻ്റെ കാരണം പറഞ്ഞു കൊടുക്കുന്നു. പണ്ട് പ്രജാപതികൾ എല്ലാവരും യാഗം ചെയ്യുന്ന സ്ഥലത്ത് ദക്ഷൻ അവിടെ വന്നു. ദക്ഷൻ വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നമസ്കരിച്ചു. കാരണം ദക്ഷൻ വലിയ ആളാണ്, ബ്രഹ്മാവിൻ്റെ പ്രധാനപ്പെട്ട പുത്രനാണ്. എല്ലാവരും നമസ്കരിക്കുമ്പോൾ ശിവനും മഹാദേവനും ഋതേ വിരിഞ്ചം സർവഞ്ച തദ്ഭാസാക്ഷിപ്ത ചേതസഹ, ബ്രഹ്മാവും ശിവനും ദക്ഷിണം നമസ്കരിച്ചിട്ടില്ല. കാരണം ബ്രഹ്മാവിന് ഇരിക്കുന്ന ആൾ എഴുന്നേൽക്കാൻ പാടില്ല. യാഗത്തിൽ ഒരാളെ ബ്രഹ്മാവായി വരിക്കും. അങ്ങനെ ബ്രഹ്മാവായി ഇരിക്കുന്ന ആൾ എഴുന്നേൽക്കാൻ പാടില്ല. അപ്പോൾ ബ്രഹ്മാസ്ഥാനത്തിലിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മ എഴുന്നേറ്റിട്ടില്ല. പക്ഷേ ശിവൻ എഴുന്നേൽക്കാതിരിക്കുന്നത് കണ്ടപ്പോഴാണ് ദക്ഷിണക്ക് ദേഷ്യം വന്നു. ശിവനെ നിന്ദിച്ചു. ശിവനക്ക് നല്ല വസ്ത്രമില്ലേ, ആണത്തോളും പുളിത്തോളും, നല്ല ആഭരണമില്ലേ, പാമ്പുകൾ ആഭരണമായി ധരിച്ചിരിക്കുന്നു, നല്ല പാൻസ് പൗഡറില്ലേ, ചുടല ഭസ്മം ധരിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ മഹാദേവനെ നിന്ദിച്ചു. ഇതൊക്കെ എന്തിനാ മഹാദേവൻ ധരിച്ചിരിക്കുന്നു ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. ചുടല ഭസ്മം ധരിച്ചിരിക്കാൻ എന്താ കാരണം? ഒരു ദിവസം എല്ലാവരും ഭസ്മമായി തീരും. അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഭസ്മാന്തകം ശരീരം. அதனால் ശിവക്ഷേത്രത്തിൽ പോയാൽ ഭസ്മം കൊടുക്കുന്നത് എന്തിനാ? ഒരു ദിവസം ഇതുപോലെ നമ്മളാവും, അതിന് ഇപ്പോൾ തന്നെ ധർമ്മം ചെയ്യണം, അതാണ് കാണിക്കണം. പിന്നെ ശ്മശാനത്തിൽ താമസിക്കാൻ കാരണം അമ്പലത്തിൽ വരാത്ത ആളുകൾക്ക് പോലും അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. കാരണം ശിവരാത്രി പ്രദോഷം പോലും ശിവക്ഷേത്രം വരാത്ത ആളുകൾ ഉണ്ടാവില്ലേ, എന്തായാലും അവസാനം അങ്ങോട്ട് വരും, 4 ആൾ കൊണ്ടാക്കും. അപ്പോൾ അവിടെ വന്ന ശേഷം കത്തിച്ച ശേഷം ആ ഭസ്മം സ്വന്തം ശരീരത്തിൽ എടുത്ത് ഇട്ട് അവർക്കും അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. ഇപ്പോഴും കാശി ക്ഷേത്രത്തിലും ഉജ്ജയിനി ക്ഷേത്രത്തിലും നേപ്പാള ക്ഷേത്രത്തിലും നമുക്ക് കാണാം. അമ്പലത്തിൻ്റെ തൊട്ടടുത്തൻ്റെ ശ്മശാനം ഉണ്ടാവും. ശ്മശാനത്തിൽ നിന്നും ആ ഭസ്മം എടുത്ത് രാത്രി പ്രത്യേക അഭിഷേകം നടത്തും. സാധാരണ സമയത്തിൽ രാത്രി 12 മണിക്ക് ശേഷം അതിൻ്റെ ഒരു അഭിഷേകം നടത്തും. എന്താ കാരണം? എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ശ്മശാനത്തിൽ താമസിച്ചു കൊണ്ട് ആ ചുടല ഭസ്മം ധരിച്ചിരിക്കുന്നു.
പിന്നെ പാമ്പുകളെ ഇട്ടിരിക്കുന്നു പറഞ്ഞാൽ അതർത്ഥം പാമ്പുകൾ കാമക്രോധവശர்களാണ്, കാമകോപങ്ങളെ അടക്കിയ ആളാണ്. അതാണ് ശരീരത്തിൽ പാമ്പുകൾ ഇട്ടിരിക്കുന്നു. ശൂളം ധരിച്ചിരിക്കുന്നു. എന്താ കാരണം? AK-47 കയ്യിൽ വെച്ചുകൂടെ ചോദിച്ചാൽ ശൂളം മതി. സത്വം രജസ് തമസ് 3 ഗുണം, അതാണ് മായ. ആ മായ എൻ്റെ കയ്യിലാണ്, അത് കാണിക്കാൻ വേണ്ടിയാണ് ശൂളം ധരിച്ചിരിക്കുന്നു. നല്ല വെളിച്ചെണ്ണൊക്കെ തേച്ച് സീപ്പ് കൊടുത്ത് നന്ന തല വാരി നീട്ടായിട്ടിരിക്കണ്ടേ? തല ഇങ്ങനെ ജടയായിട്ടിരിക്കുന്നത് എന്താ കാരണം? ജട പറഞ്ഞാൽ കർമ്മണാം ഉദ്ധരൻ ജടാഹ. ഇവിടെ പറയുന്നുണ്ട് കപിലോപദേശത്തിൽ, കർമ്മങ്ങളാണ് ജട. അത് കർമ്മങ്ങളാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത് ജടയായിട്ട്. ഇതൊക്കെ ശിവൻ്റെ തത്വം. ശിവനക്ക് നല്ല വാഹനം ഇല്ലേ? ഒരു മാരുതി കാറോ ടൊയോട്ടോ ഇന്നോവ ഒന്നുമില്ലേ? ഒരു മൂത്ത കാളയുടെ മുകളിൽ ആ കയറി പോകണം. മൂത്ത കാള പറയുന്നത് എന്താ കാരണം? കാള പറയുന്നത് ധർമ്മം, ധർമ്മത്തിൻ്റെ മുകളിലാണ് ശിവൻ. അതുകൊണ്ടാണ് പ്രദോഷ സമയത്തിൽ നന്ദികേശ്വരൻ്റെ പിന്നിൽ നിന്നും നന്ദിയുടെ കൊമ്പിൻ്റെ ഇടവഴി കൂടി ശിവനെ കണ്ടാൽ അത് വലിയ പുണ്യമാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും നന്ദിൻ്റെ പിറകിൽ നിന്ന് ഇങ്ങനെ തൊഴണം. നന്ദിൻ്റെ പിറകിൽ നിന്ന് തൊഴണം മാത്രമില്ലേ, നന്ദി പറയുന്നത് ധർമ്മം, ധർമ്മം വഴി കൂടി പോയാൽ ശിവനെ കാണാൻ സാധിക്കും. ഈ തത്വം മനസ്സിലാക്കാതെ മഹാദേവനെ നിന്ദിച്ചപ്പോഴാണ് നന്ദികേശ്വരൻ ശാപം കൊടുത്തു ദക്ഷണക്ക്, നിനക്ക് ആടിൻ്റെ തല വരട്ടെ. എന്താ കാരണം? ഈ നന്ദി മാടിൻ്റെ തലയായതുകൊണ്ട് ഇനി ആടിൻ്റെ തല ആയിക്കോട്ടേന്ന്. കാരണം ആടിൻ്റെ സ്വഭാവം കാണിച്ചു ദക്ഷൻ. ആട് പഴം കഴിക്കാറില്ല, ഇലയെ മാത്രമേ കഴിക്കുള്ളൂ. ഒരു മരത്തിൻ്റെ സാരമായ പഴം കഴിക്കാതെ ഇല മാത്രം കഴിക്കുന്നത് പോലെ വേദമാകുന്ന വൃക്ഷത്തിൽ ജ്ഞാനമാകുന്ന പഴം കഴിക്കാതെ കർമ്മമാകുന്ന ഇല മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ആടിൻ്റെ തല വരട്ടെ നിനക്കിന് ശപിച്ചു. ദക്ഷനും ശാപം കൊടുത്തു. എല്ലാ ദേവന്മാരോടൊപ്പം മഹാദേവനക്ക് ഹവിർഭാഗമില്ലെന്നു. ശാപത്തോട് ആ യാഗം അവിടെ അവസാനിച്ചു. വീണ്ടും ദക്ഷൻ യാഗം തുടങ്ങി, വാജപേയ യാഗം. അതിനെ എല്ലാവർക്കും ക്ഷണക്കത്ത് അയച്ചു. മഹാദേവനക്ക് ക്ഷണക്കത്ത് അയച്ചിട്ടില്ല. പക്ഷേ ആ വഴി കൂടി പോയ സതീദേവി അവിടെ ദേവതാ സ്ത്രീകൾ നോക്കി ചോദിക്കുന്നു, എന്താ കാരണം, എവിടേക്കാണ് പോകണം? എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ഉത്സവമാണ്, നീ പോയില്ലേ? അപ്പോൾ സതീദേവി, നിങ്ങൾ ആദ്യം പോയിക്കൊള്ളൂ, ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് മഹാദേവനോട് പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ഉത്സവം പറഞ്ഞാൽ അത് ഭർത്താവിന് ചിലപ്പോൾ സങ്കടമാകും. അതിനുവേണ്ടി മാറ്റി പറഞ്ഞു, പ്രജാപതേസ്തേ ശ്വശുരസ്യ സാമ്പ്രതം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാര്യയുടെ അച്ഛൻ്റെ വീട്ടിലാണ് ഉത്സവം നടക്കുന്നു, നമ്മൾ പോകണ്ടേ? മഹാദേവൻ പറഞ്ഞു, ക്ഷണിക്കാതെ പോകാൻ പാടില്ലേ? അപ്പോൾ ക്ഷണിക്കാതെ ചില ദിക്കിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രത്തിൽ. ഭർത്തുഹു ഗുരോഹോ ദേഹകൃതശ്ച കേതനം. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ ഭാര്യയ്ക്ക് ക്ഷണത്തിൻ്റെ ആവശ്യമില്ല. ഗുരുനാഥൻ്റെ വീട്ടിൽ ചെല്ലാൻ ശിഷ്യനുക്ക് ക്ഷണത്തിൻ്റെ ആവശ്യമില്ല. അച്ഛൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ മകനുക്ക് ക്ഷണത്തിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ നല്ല കാര്യം നടക്കുന്ന സ്ഥലത്തിലേക്ക് ക്ഷണിക്കേണ്ട ആവശ്യമില്ല. നല്ല കാര്യം നടക്കുന്നത് നമുക്ക് കണ്ടാൽ നമുക്ക് പോവാം. നടക്കുന്നത് നല്ല കാര്യമല്ലേ, യാഗമല്ലേ, എനിക്ക് അച്ഛനാണ്, നിങ്ങൾക്ക് ഗുരുനാഥനല്ലേ, നമുക്ക് പോവാൻ പറഞ്ഞപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഞാൻ പോയാൽ നിൻ്റെ അച്ഛനക്ക് ഇഷ്ടാവില്ലേ, അതുകൊണ്ട് ഞാനില്ലേ പറഞ്ഞു. ഞാനില്ലേ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ പോയിക്കോളൂ എന്നർത്ഥം. ഉടനെ സതീദേവി പുറപ്പെട്ടു. സതീദേവിക്ക് വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തു. മഹാദേവൻ തൻ്റെ വാഹനം എല്ലാം പറഞ്ഞു വിട്ടു. സതീദേവി യാഗശാലയിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ശിവനുക്ക് ഹവിർഭാഗമില്ലെന്ന് മനസ്സിലായി. ഉടനെ ശിവനാമത്തിൻ്റെ പെരുമ എടുത്ത് പറയുന്നു. ഭാഗവതം ഒരു വൈഷ്ണവമായ പുരാണമാണ്. എന്നാലും ഇവിടെ ശിവനാമത്തിൻ്റെ പെരുമ വിസ്തരിച്ച് പറയുന്നു. 4-ാമത്തെ സ്കന്ധം 4-ാമത്തെ അധ്യായം 14-ാമത്തെ ശ്ലോകത്തിൽ ശിവനാമത്തിൻ്റെ പെരുമ എടുത്ത് പറയുന്നു. യദ്യക്ഷരം നാമ ഗിരേരിതം നൃണാം സകൃത്പ്രസംഗാദഘമാസുഹന്തി തത് പവിത്രകീർത്തിം തമലംഘ്യ ശാസനം ഭവാനഹോ ദ്വേഷ്ടി ശിവം ശിവേതരഃ. യദ്യക്ഷരം നാമ ശിവ 2 എഴുത്ത് ശിവ. അത് ഗിരേരിതം ശിവ ധ്യാനിച്ച് ചൊല്ലേണ്ട ആവശ്യമില്ലേ, നാക്ക് നുണിയായിട്ട് ജപിച്ചാൽ മതി. ഗിരേരിതം നൃണാം എത്ര പ്രാവശ്യം ജപിക്കണം ചോദിച്ചാൽ 1 പ്രാവശ്യം ജപിച്ചാൽ മതി. സകൃത്ത് ആ 1 പ്രാവശ്യം ജപിക്കുന്ന സമയത്തിലും ശിവനെ ധ്യാനിച്ച് കിഴക്ക് നോക്കി
ഇരുന്നിട്ട് ജപിക്കേണ്ട ആവശ്യമില്ല. പ്രസംഗാത്ത്, പ്രസംഗമായിട്ട് അറിയാതെ ജപിച്ചാൽ മതി. എന്തെങ്കിലും സാധനം താഴെ വീണ് പോയാൽ ശിവ ശിവ അങ്ങനെ പറയും. ഇല്ലെങ്കിൽ ഗുരുനാഥൻ ഇവിടെ ഒരു ഉദാഹരണം പറയും. ഒരാൾ നായ വിളിച്ചുകൊണ്ട് വാക്കിയും പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ തെരുവിൽ നിന്ന് ഒരു നായ എന്ത് ചെയ്തു, ഇയാളുടെ നായയെ കടിക്കാൻ വന്നപ്പോൾ തെരുവിൽ നിന്ന് വന്ന നായ ഷി എന്ന് പറഞ്ഞു. സ്വന്തം നായ വാ വിളിച്ചു. ഷി വാ പറഞ്ഞപ്പോൾ ശിവ, എൻ്റെ പേര് പറഞ്ഞത് ഭഗവാൻ അയാൾ അനുഗ്രഹിച്ചു. ഇതാണ് ഭഗവാന്റെ കാരുണ്യം. ഇതിന് ഒരു ഉദാഹരണ കഥ സ്കന്ദപുരാണത്തിലുണ്ട്. പ്രഹരാഹരേതി വാദി ഭണിതമദാഖ്യയിതി പാളിതോ ഭവതാ ശിവപാഹീതി വദന്ന്. ഒരു വേടൻ മരിക്കുന്ന സമയത്ത് വേടൻ്റെ മകൻ ചോദിച്ചു, അച്ഛാ ഞാൻ എങ്ങനെ ജീവിക്കും? അപ്പോൾ അച്ഛൻ മകനക്ക് ഉപദേശം കൊടുത്തു, പ്രഹര സംഹര ആഹര. എന്തെങ്കിലും മൃഗത്തെ കണ്ടാൽ പ്രഹര അടിക്കണം, സംഹര കൊല്ലണം, പിന്നെ ആഹര കൊണ്ടുവരണം. ഇത്രയേ വേണ്ടു. പ്രഹര സംഹര ആഹര പറഞ്ഞ് മരിച്ചപ്പോൾ മഹാപാപിയായ വേടനെ കൊണ്ടുപോകാൻ യമദൂതന്മാർ വന്നപ്പോൾ പെട്ടെന്ന് ശിവദൂതന്മാർ അവിടെ വന്നു, വേടനെ ശിവലോകത്തിലേക്ക് കൊണ്ടുപോയി. വേടൻ ചോദിച്ചു, ഞാൻ ഒന്നും പുണ്യം ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ശിവദൂതന്മാർ പറഞ്ഞു, നീ അവസാന സമയത്തിൽ പ്രഹര സംഹര ആഹര പറഞ്ഞപ്പോൾ അതിൻ്റെ ആദ്യത്തെ എഴുത്ത് പ്ര സം ആ അത് മാറ്റി കഴിഞ്ഞാൽ പ്രഹര സം ഹര ആ ഹര 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 എന്ന് ഭഗവാന്റെ നാമം ജപിച്ചു. അതുകൊണ്ട് നിനക്ക് കൈലാസം എന്ന് വിളിച്ചു കൊണ്ടുപോയി. ഇതാണ് മഹാദേവൻ്റെ കാരുണ്യം. അറിയാത്ത ജപിച്ചാൽ പോലും അനുഗ്രഹിക്കുന്ന ദേവനാണ്. ഒരാളെന്ത് ചെയ്തു, വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ചു. ബാക്കി വന്നപ്പോൾ മുണ്ടിൽ തേച്ചാൽ എടുക്കാമെന്ന് വിചാരിച്ച് അവിടെ ഭിത്തിയിൽ തേച്ചു. അത് ശിവക്ഷേത്രത്തിൻ്റെ ഭിത്തിയായിരുന്നു. ശിവൻ നോക്കി ചുവറ്റിൽ ചുണ്ണാമ്പ് അടിച്ചു കണക്ക് എഴുതി അയാൾക്ക് മോക്ഷം കൊടുത്തു, അനുഗ്രഹിച്ചു. ഇതാണ് ശിവൻ്റെ കാരുണ്യം. അറിയാതെ ചെയ്താൽ പോലും അനുഗ്രഹിക്കും. അതേപോലെ തമിഴ്നാട്ടിൽ ഒരു എലി എന്ത് ചെയ്തു, നെയ്യ് കുടിക്കാൻ വന്നു അമ്പലത്തിൽ. നെയ്യ് വിളക്കിൽ നെയ്യ് കുടിക്കാൻ വന്നപ്പോൾ അത് അണയുന്ന വിളക്കിൽ ഈ എലി മൂക്ക് വെച്ചപ്പോൾ എന്തായി, അത് കത്താൻ തുടങ്ങി. ഉടനെ ഈ എലി പേടിച്ച് പോയി. ഇപ്പം മഹാദേവൻ നോക്കി, ഈ എലി നെയ്യ് വിളക്ക് കൊളുത്തി എന്ന് കണക്ക് എഴുതി. കാരണം അറിയാതെ നെയ്യ് വിളക്ക് അണയുന്ന വിളക്ക് കയറ്റിയപ്പോൾ നെയ്യ് വിളക്ക് കയറ്റിന് പകരം കണക്ക് എഴുതി ആ എലിയെ അടുത്ത ജന്മത്തിൽ ബലിയാക്കി. തമിഴ്നാട്ടിൽ നിന്ന് എലിയാണ് പിന്നെ ഭാരതം, വിശേഷമാൽ കേരളം ഭരിച്ച മഹാബലി ചക്രവർത്തിയായി ജനിച്ചു. അതാണ് മഹാദേവൻ്റെ കാരുണ്യം. അറിയാത്ത എന്തെങ്കിലും ചെയ്താൽ പോലും. അതുകൊണ്ടാണ് നെയ്യ് വിളക്കിൻ്റെ പ്രാധാന്യം. അതുകൊണ്ടാണ്. കാരണം നെയ്യ് വിളക്ക് കൊളുത്തിയാൽ ലോകത്തിൻ്റെ ക്ഷേമം, ലോകം മുഴുവനും നന്മ. പിന്നെ എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്തിയാൽ നമ്മുടെ ദേശം നന്നാവും. വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ കുടുംബം നന്നാവും. പറഞ്ഞു നന്നായി, നീ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചോളാം അങ്ങനെ വിചാരിക്കരുത്. ലോകം മുഴുവൻ നന്മ വരണമെങ്കിൽ നെയ്യ് വിളക്ക് കൊളുത്തണം. കാരണം ദേവാനാം ആജ്യം ആഹാരം, ദേവന്മാർക്ക് ആജ്യമാണ് പ്രധാനം, നെയ്യാണ് പ്രധാനം. അതേപോലെ കൈലാസത്തിൽ ഒരു കുരങ്ങൻ എന്ത് ചെയ്തു, കുരങ്ങൻ്റെ സ്വഭാവം എന്താ, പൂവോ ഇലയോ അത് പറിച്ചിടും. അതുപോലെ ഒരു കൈലാസത്തിൽ ഒരു കുരങ്ങൻ ചെയ്തു, ഒരു വില്ല കൂവല മരത്തിൽ നിന്നും ആ ഇല പറിച്ച് എടുത്തിട്ടു. അത് താഴെ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ വീണപ്പോൾ ശിവൻ സന്തോഷിച്ചു. ഈ ശിവരാത്രി സമയത്തിൽ എനിക്ക് കൂവളതലം സമർപ്പിച്ചില്ലേ, നീ അടുത്ത ജന്മത്തിൽ ചക്രവർത്തിയായി ജനിച്ചോളൂ പറഞ്ഞു. അപ്പോൾ കുരങ്ങൻ പറഞ്ഞു, ഞാൻ ചക്രവർത്തിയായി ജനിച്ചോളാം, പക്ഷേ എൻ്റെ മുഖം കുരങ്ങൻ്റെ മുഖം തന്നെ ആയിക്കോട്ടെ. എന്താ കാരണം? അപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാവും, പൂർവ്വജന്മത്തിൽ അറിയാത്ത ശിവൻ്റെ ശിരസിൽ ഒരു കൂവളതലം ഇട്ടത് കൊണ്ടാണ് എനിക്ക് ചക്രവർത്തിയായി ജനിക്കാൻ സാധിച്ചു. അത് ഓർമ്മിക്കണ്ടേ, അതിന് മുഖം അങ്ങനെ തന്നെ ആയിക്കോട്ടെ ചോദിച്ചപ്പോൾ ശരി പറഞ്ഞു. അങ്ങനെ കൈലാസത്തിൽ ഭഗവാന്റെ ശിരസിൽ ഒരു കൂവളതലം ഇട്ട് ആ കുരങ്ങനാണ് അടുത്ത ജന്മത്തിൽ മുചുകുന്ദ ചക്രവർത്തിയായി ജനിച്ചു. നമ്മുടെ ഭാഗവതത്തിൽ വരുന്ന മുചുകുന്ദ ചക്രവർത്തി കഥ ഉണ്ടല്ലോ. ആ മുചുകുന്ദൻ മഹാവീരനാണ്, ധീരനാണ്. ഇടയ്ക്കിടയ്ക്ക് ദേവന്മാർക്ക് സഹായിക്കാൻ ദേവലോകം ഇന്ദ്രലോകത്തിൽ ചെന്ന് യുദ്ധം ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ദ്രൻ ഒരു പ്രത്യേക മരകതലിംഗം പൂജിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രൻ ചോദിച്ചു, നിനക്ക് എന്താ വേണം മുചുകുന്ദ, എനിക്ക് സഹായിച്ചില്ലേ, പകരം എന്ത് വേണം ചോദിച്ചപ്പോൾ മുചുകുന്ദൻ ചോദിച്ചു, നീ പൂജിക്കുന്ന ആ മരകതലിംഗം എനിക്ക് വേണം. പക്ഷേ ഇന്ദ്രനക്ക് കൊടുക്കാൻ താത്പര്യമില്ലേ. എന്ത് ചെയ്തു, അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഒരു 5 ഉണ്ടാക്കി.
ഒരു 6 ഉണ്ടാക്കി ഒറിജിനൽ മരകതലിംഗം നടുക്ക് വെച്ചു. ബാക്കിയെല്ലാം തൻ്റെ മനസ്സുകൊണ്ട്, ദേവന്മാർക്ക് ശില്പിയെ പോലെ ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സുകൊണ്ട് അതേപോലെ ഒരു 6 ലിംഗം ഉണ്ടാക്കി ഒരു തട്ടത്തിൽ വെച്ച് കൊടുത്തു. ഏത് വേണമെങ്കിലും എടുത്തോളൂ. അപ്പോൾ മഹാദേവൻ പറഞ്ഞു കൊടുത്തു സ്വപ്നത്തിൽ, നടുക്ക് ഇരിക്കുന്നതാണ് ഞാൻ ഒറിജിനൽ, ബാക്കി എന്നെപ്പോലെ വേറെ ഡ്യൂപ്ലിക്കേറ്റാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒറിജിനൽ ശിവലിംഗം മുച്ചുകുന്ദൻ എടുത്തപ്പോൾ ഇന്ദ്രനക്ക് സന്തോഷമായി, എല്ലാം തന്നെ എടുത്തോളൂ പറഞ്ഞു. അപ്പോൾ 7 മരകതലിംഗവും കൊണ്ടുവന്നു. അത് തിരുവാറൂർ ഒരു ക്ഷേത്രമുണ്ട് തമിഴ്നാട്ടിൽ, അവിടെ ആ പ്രധാന ലിംഗം അവിടെ പ്രതിഷ്ഠിച്ചു. ഇപ്പോഴും വൈകുന്നേരം അവിടെ പോയാൽ ആ മരകതലിംഗ പൂജ നമുക്ക് കാണാം. പിന്നെ ബാക്കി 6 ലിംഗങ്ങളെയും തിരുക്കടയൂർ ഇങ്ങനെ അടുത്തടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചു. അത് സപ്തവിടംഗ സ്ഥലം എന്ന് പറയും. ടങ്കം പറഞ്ഞാൽ ഉളി, ഉളി കൊണ്ട് ഉണ്ടാക്കിയ വിഗ്രഹമില്ലേ, വിടംഗം. ഉളിയില്ലാതെ ഇന്ദ്രൻ മനസ്സുകൊണ്ട് ഉണ്ടാക്കിയ 7 ശിവലിംഗങ്ങളാണ് മരകതലിംഗം. അടുത്തുള്ള 7 ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചു. അവിടെ മുച്ചുകുന്ദ സഹസ്രനാമം, മുച്ചുകുന്ദൻ ചെയ്ത സഹസ്രനാമം കൊണ്ട് രാത്രി വൈകുന്നേരം പ്രത്യേക പൂജ ഒക്കെ ചെയ്യാറുണ്ട്. അവിടുത്തെ നന്ദികേശ്വരൻ തിരുവാറൂർ, സാധാരണ ശിവക്ഷേത്രത്തിൽ നന്ദിയൊക്കെ ഇങ്ങനെ ഇരിക്കും, അവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന രൂപത്തിലാണ്. എന്നാൽ ഭഗവാൻ എപ്പോൾ പോയാലും തയ്യാറാക്കാൻ വേണ്ടി ഇരിക്കുന്ന ആ നന്ദികേശ്വരൻ നമുക്ക് അവിടെ കാണാം. അവിടെ ജനിച്ചാൽ മതി. അവിടെ തിരുവാറൂർ കുളം ഏറ്റവും വലിയ കുളമാണ്. അവിടുത്തെ തേര്, തിരുവാറൂർ തേര് ഏറ്റവും വലിയ തേരാണ്. അത് എല്ലാം പ്രസിദ്ധമാണ്. സംഗീത മുമ്മൂർത്തികൾ, ത്യാഗരാജസ്വാമികൾ, ആ ഭഗവാന്റെ പേരാണ് ത്യാഗരാജൻ്റെ പേര്, തിരുവാറൂർ ഭഗവാന്റെ പേര്. ആ പേരാണ് മകനക്ക് ഇട്ടു ത്യാഗരാജൻ്റെ അച്ഛനമ്മമാർ. ത്യാഗരാജസ്വാമികളും ശ്യാമാശാസ്ത്രികളും മുത്തുസ്വാമി ദീക്ഷിതർ, ഇവരെ എല്ലാവരും വലിയ വലിയ സംഗീത പിതാമഹനാണ് ഈ 3 പേരും. സംഗീത മുമ്മൂർത്തികളും ജനിച്ച സ്ഥലമാണ് തിരുവാറൂർ. എന്താ കാരണം? തിരുവാറൂരിൽ ജനിച്ചാൽ മുക്തിയാണ്. ജനനാഥ് കമലാലയേ, ആ കുളത്തിൻ്റെ പേരാണ് കമലാലയം. തിരുവാറൂരിൽ ജനിച്ചാൽ മുക്തി കിട്ടും. ദർശനാഥ് അഭ്രസദശി, ചിദംബര ക്ഷേത്രത്തിൽ ദർശനം ചെയ്താൽ മതി. ഭഗവാൻ നടരാജനെ ദർശനം ചെയ്താൽ മുക്തി. ദർശനാഥ് അഭ്രസദശി, ജനനാഥ് കമലാലയേ, കാശ്യാന്തു മരണാൻ മുക്തി, കാശിയിൽ മരിച്ചാൽ മുക്തി. ഇപ്പോൾ തിരുവാറൂരിൽ ജനിക്കാൻ നമ്മളെ കൊണ്ടാവില്ലേ, നമ്മുടെ അച്ഛനമ്മമാർ തീരുമാനിച്ചാലേ നമുക്ക് തിരുവാറൂരിൽ ജനിക്കാൻ പറ്റും. അത് നമ്മുടെ കയ്യിലില്ലേ. ചിദംബരം വേണമെങ്കിൽ പോയി ദർശനം ചെയ്യണം. പിന്നെ കാശിയിൽ മരിക്കുന്നത് നമ്മുടെ കയ്യിലില്ലേ. ചില ആളുകൾ കാശിയിൽ പോയി മരിക്കാൻ വേണ്ടി അവിടെ വീട് വാടക എടുത്ത് താമസിക്കും. പിന്നെ ഇടയ്ക്ക് ബന്ധുക്കളുടെ വിവാഹത്തിന് വേണ്ടി ഇവിടെ വന്ന് മരിക്കും. അപ്പോൾ കാശിയിൽ മരിക്കുന്ന വിചാരിച്ചിട്ട് കാര്യമില്ലേ, മഹാദേവൻ വിചാരിക്കണ്ടേ. കാശ്യാന്ത് മരണാൻ മുക്തിക്ക് നമുക്ക് എളുപ്പമായത് സ്മരണാത് അരുണാചലേ. അരുണാചലം തിരുവണ്ണാമലയിൻ്റെ ക്ഷേത്രമുണ്ടല്ലോ, അത് സ്മരിച്ചാൽ മതി. കാരണം നമുക്ക് പോവേണ്ട ആവശ്യമില്ല, ജനിക്കേണ്ട മരിക്കേണ്ട ആവശ്യമില്ല. തിരുവണ്ണാമലൈ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണ ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണ ശിവ. അരുണാചലമായിട്ട് ഭഗവാൻ, അരുണൻ പറഞ്ഞാൽ ശിവപ്പ് ജ്യോതിയായി ദർശനം കൊടുത്തു. പഞ്ചഭൂത ക്ഷേത്രമുണ്ട് പ്രധാനമായിട്ട്. അതിൽ പൃഥ്വി ക്ഷേത്രമാണ് കാഞ്ചി. കാഞ്ചിയിൽ അമ്മ കാമാക്ഷി ദേവിയാണ്. മണ്ണുകൊണ്ട് പൃഥ്വി കൊണ്ട് ഒരു ലിംഗം ഉണ്ടാക്കി പൂജിച്ചതുകൊണ്ടാണ് പൃഥ്വി ക്ഷേത്രം. പിന്നെ ഇതൊക്കെ ഒന്നൊന്നും പറയാൻ തുടങ്ങിയാൽ വിസ്തരിച്ച് സമയമാകും, നമ്മൾ പറയാം. പിന്നെ തിരുവാണൈക്കോവിൽ തിരുച്ചിയുടെ അടുത്താണ്. അവിടെ അപ്പ് ക്ഷേത്രം, പൃഥ്വി അപ്പ് ജലത്തിൻ്റെ ക്ഷേത്രം. ആ ശിവലിംഗത്തിൻ്റെ തൊട്ടടുത്ത് എപ്പോഴും വെള്ളം ഉണ്ടാവും. പിന്നെ പൃഥ്വി അപ്പ് തേജസ്, അഗ്നിയുടെ ക്ഷേത്രമാണ് തിരുവണ്ണാമലൈ. അഗ്നിസ്വരൂപമായി ഭഗവാൻ ദർശനം കൊടുത്തു ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനും. ഈ ജ്യോതിയുടെ അടിമുടി കാണാൻ വേണ്ടി ബ്രഹ്മാവ് ഹംസവാഹനം സ്വീകരിച്ച് പോയി. മഹാവിഷ്ണു വരാഹരൂപം സ്വീകരിച്ച് അടിയിലെടുത്തെന്നു.
പിന്നെ മഹാവിഷ്ണുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ തിരിച്ച് വന്നു. ബ്രഹ്മാവ് മാത്രം ഒരു പൂവിൻ്റെ കള്ളസാക്ഷി പറഞ്ഞ് കണ്ടു പറഞ്ഞു. ഇതിൻ്റെ തത്വം എന്താണ് ചോദിച്ചാൽ, പണത്തിൻ്റെ ദേവതയാണ് മഹാലക്ഷ്മി, ഭർത്താവാണ് മഹാവിഷ്ണു. സരസ്വതി വിദ്യയുടെ ദേവതയാണ്, സരസ്വതി ഭർത്താവാണ് ബ്രഹ്മാവ്. ഈ പഠിപ്പും പണം കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ലേ, ഭക്തി കൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബ്രഹ്മാവും മഹാവിഷ്ണു കാണാൻ പറ്റാതെ പറഞ്ഞാൽ ഇതിന് കഥ പ്രാധാന്യമില്ലേ. അതിൻ്റെ തത്വം പണം കൊണ്ട് പണം പാതാളം വരെ പായും പറയും, ബുദ്ധി മേപ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ബുദ്ധിയും പണം കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ലേ, ഭക്തി കൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ തത്വം. പിന്നെ കാളഹസ്തി, അവിടെ വിളക്ക്, അമ്പലത്തിൻ്റെ ഭഗവാന്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന വിളക്ക് ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. അവിടെ കാറ്റ് വരാൻ സ്ഥലമില്ലേ, ഫുള്ള് അടച്ചതാണ്, എന്നാലും ഇങ്ങനെ ചലിച്ചു കൊണ്ടേയിരിക്കും. അതാണ് കാളഹസ്തി. അത് വായുക്ഷേത്രം. പൃഥിവ്യ തേജോ വായു ആകാശക്ഷേത്രമാണ് ചിദംബരം. ആ ചിദംബരത്തിൽ ഒരു സുവർണ്ണ ബില്വം, പക്ഷേ അത് ഇങ്ങനെ ആണി വെച്ച് ഇങ്ങനെ അടിച്ചിട്ടില്ലേ, അത് അന്തരത്തിൽ ഇങ്ങനെ ആകാശത്തിൽ നിൽക്കുന്നു. അതാണ് ചിദംബരം. ഇങ്ങനെ പഞ്ചക്ഷേത്രം. ഇപ്പോൾ നമുക്ക് പറഞ്ഞു വന്ന കാര്യം, സകൃത് പ്രസംഗാദഘമാസുഹന്തിതത്, അറിയാത്ത നാമം ജപിച്ചാൽ പോലും മഹാദേവൻ കാരുണ്യം കൊണ്ട് രക്ഷിക്കും. ഇന്ന് മഹാദേവൻ്റെ പെരുമ എടുത്തു പറഞ്ഞ് സതീദേവി ധ്യാനത്തിൽ ഇരുന്ന് തൻ്റെ യോഗാഗ്നി മൂലം ശരീരം ഭസ്മമാക്കി. ഇത് കണ്ട് ശിവഗണങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോഴാണ് ഭൃഗുമഹർഷി ആഭിചാര ഹോമം നടത്തി ചില ദേവന്മാരെ പറഞ്ഞു വിട്ടു. ഋഭുക്കളിന് പേരുള്ള ദേവന്മാർ യുദ്ധത്തിന് വന്ന് ശിവഗണങ്ങളെ വിരട്ടിയടിച്ചു. ഈ സമയത്താണ് നാരദൻ പോയി മഹാദേവനോട് പറഞ്ഞു, ഇങ്ങനെ സതീദേവി ശരീരം ഉപേക്ഷിച്ചു, ദക്ഷിണ കൊണ്ട് ശിക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ മഹാദേവൻ പറഞ്ഞു, ദക്ഷിണ ശിക്ഷിക്കാൻ ഞാൻ പോകേണ്ട ആവശ്യമില്ലേ, എൻ്റെ ഒരു ജടാമുടി പുറപ്പെട്ടാൽ മതി. പറഞ്ഞ് തൻ്റെ ജടയിൽ നിന്നും ഒരു മുടി പറിച്ച് നിലത്തിലടിച്ചു. ക്രുദ്ധസുദഷ്ടോഷ്ടപുട്ട സധുർജട്ടിർജടാം തടിദ്വണ്ണി സട്ടോഗ്രരോചിഷം ഉത്കൃത്യ രുദ്രസഹസോത്ഥിതോഹസൻ ഗംഭീരനാദോ വിസസർജതാംബുവി. അതിൽ നിന്നും വീരഭദ്രസ്വാമി പുറപ്പെട്ടു. ഒപ്പം കാളിദേവിയും വന്നു. ദക്ഷയാഗത്തിൽ ചെന്ന് അവിടെ വന്ന എല്ലാവർക്കും ശിക്ഷ കൊടുത്തു. ഭൃഗുമഹർഷി താടി ഇങ്ങനെ അത് പിടിച്ചുകൊണ്ട് ആസ്വദിച്ച് കെട്ടു ശിവനിൻ്റെ. അപ്പോൾ ഭൃഗുമഹർഷിയുടെ താടി പറിച്ചെടുത്തു. അതേപോലെ ഭഗൻ എങ്ങനെ ഭഗൻ എങ്ങനെ ദേവൻ കണ്ണുകൊണ്ട് കാണിച്ചു, ഒന്ന് കുറച്ചുകൂടി നിന്ദിച്ചോളുന്നു. അവൻ്റെ കണ്ണെടുത്തു. പൂഷ എന്ന പേരുള്ള ദേവൻ ചിരിച്ചു കൊണ്ടിരുന്നു, അവൻ്റെ പല്ലെടുത്തു. പല്ലെടുക്കാൻ നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, വീരഭദ്രൻ്റെ അടുത്ത് പോയാൽ മതി. കാരണം നമ്മുടെ ഡോക്ടറൊക്കെ മരയിപ്പിക്കാൻ ഒരു സൂചി കുത്തി പിന്നെ പല്ലെടുത്ത് പിന്നെ പഞ്ച് വെച്ച് എത്ര ബുദ്ധിമുട്ടുന്നു. വീരഭദ്രൻ്റെ അടുത്ത് പോയാൽ ഒറ്റ അടിയിൽ 32 പല്ലും താഴെ വീഴും. അങ്ങനെ വീരഭദ്രൻ എല്ലാവരെയും ശിക്ഷിച്ചപ്പോൾ എല്ലാ ദേവന്മാരും പേടിച്ച് ബ്രഹ്മാവോട് പറഞ്ഞു. ഉടനെ ബ്രഹ്മ ദേവന്മാരെ വിളിച്ചുകൊണ്ട് കൈലാസത്തിൽ ചെന്ന് മഹാദേവനെ പ്രാർത്ഥിച്ചു. ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. ഫാലാവനം രത്കിരീടം ഫാലനേത്രാർച്ചിഷാ ദഗ്ധപഞ്ചേഷു കീടം ശൂലാഹതാരാതികൂടം ശുദ്ധമർദ്ദേന്ദുചൂടം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. ദേവന്മാർക്ക് പ്രാർത്ഥിച്ചപ്പോൾ മഹാദേവൻ അവർക്ക് എല്ലാവരെയും അവർക്ക് ഓരോരോ അനുഗ്രഹം കൊടുത്തു. ഭൃഗുമഹർഷിക്ക് ആടിൻ്റെ താടിയെ വെച്ചോളൂ, ഭഗനോട് കണ്ണുള്ള ആളുടെ കൈ പിടിച്ച് നടന്നോളൂ, പൂഷ പല്ല് ഇല്ല പറഞ്ഞപ്പോൾ കുറച്ചു കാലം പല്ലില്ലാതെ ഇരുന്നോളൂ, പിന്നെ കലിയുഗം വന്നാൽ വാങ്ങാൻ പല്ല് കിട്ടും, അത് വാങ്ങി വെച്ചോളൂ എന്ന് പറഞ്ഞു. ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. കാരണം പ്രഥമോ ദൈവ്യോ ഭിഷക്, ആദി വൈദ്യനാണ് ഭഗവാൻ മഹാദേവൻ. അങ്ങനെയാണ് വേദം പറയുന്നു. പ്രഥമോ ദൈവ്യോ ഭിഷക്. തമിഴ്നാട്ടിൽ വൈദീശ്വരൻ കോവിൽ ഒരു ക്ഷേത്രമുണ്ട്. സാധാരണ ശിവക്ഷേത്രത്തിൽ ഭസ്മം മാത്രമേ കൊടുക്കാറുള്ളൂ. അവിടെ ഒരു ഗുളിക തരും. ആ ഗുളിക വാങ്ങി കഴിച്ചാൽ മതി, നമ്മുടെ വ്യാധി മാറും.
ഗുളിക കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ആ ഭഗവാന്റെ പേര് പറഞ്ഞാൽ മതി. ബാലാംബികേശ വൈദ്യേശ ഭവരോഗഹരേതി ച ജപേന്നാമത്രയം നിത്യം മഹാരോഗനിവാരണം. വിഷ്ണുനാമത്തിൽ അച്യുതാനന്ദ ഗോവിന്ദ പറയുന്നത് പോലെ ശിവനാമത്തിൽ ബാലാംബികേശ വൈദ്യേശ ഭവരോഗഹരേതി ച, ഈ 3 നാമം ജപിച്ചാൽ മതി. അങ്ങനെ മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിച്ചു. വീണ്ടും യാഗം ചെയ്തപ്പോൾ യാഗത്തിൽ നിന്നും മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. ദക്ഷിണ വിളിച്ചു പറഞ്ഞു, ദക്ഷിണോട് പറഞ്ഞു, ഞാൻ തന്നെയാണ് ബ്രഹ്മാവായിട്ടും വിഷ്ണുവായിട്ടും ശിവനായിട്ടും ഇരിക്കുന്നു. അഹം ബ്രഹ്മാച സർവശ്ച ജഗതഃ കാരണം പരം. ഒരേ വൈദ്യുതി ശക്തി പല രൂപത്തിൽ നമ്മളെ സഹായിക്കുന്നു. അവിടെ വെളിച്ചമായും, പിന്നെ മൈക്കിൽ ശബ്ദമായും, ഫാനിൽ കാറ്റായും, ഇങ്ങനെ ഒരേ വൈദ്യുതി ശക്തി പല രൂപത്തിൽ നമ്മളെ സഹായിക്കുന്നത് പോലെ ഒരേ ദേവനാണ് പല രൂപത്തിൽ നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് ദേവന്മാരിൽ ഭേദം പാടില്ലേ എന്ന് മഹാവിഷ്ണു തന്നെ ദക്ഷിണക്ക് ഉപദേശം കൊടുത്തു. ഇവിടെ പറയുന്നു പുരാണാന്തരത്തിൽ, മദ്ഭക്ത ശങ്കരദ്വേഷി മദ്വേഷി ശങ്കരപ്രിയ താവുഭൗ നരകം യാതഃ യാവച്ഛന്ദ ദിവാകരം. ശിവഭക്തി ചെയ്യുന്നവർ വിഷ്ണുവെ നിന്ദിച്ചാലും, അതേപോലെ വിഷ്ണുഭക്തി ചെയ്യുന്നവർ ശിവനെ നിന്ദിച്ചാലും 2 പേർക്കും നല്ല ലോകമില്ല, അവർ നരകലോകത്തിലേ പോകുള്ളൂ എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് അങ്ങനെ നിന്ദിക്കാൻ പാടില്ലേ എന്നാണ് ഈ ദക്ഷയാഗത്തിൻ്റെ സാരം. ഇത് കേൾക്കുന്നവർക്ക് ഇതം പവിത്രം പരം ഈശചേഷ്ടിതം യശസ്യം, അവർക്ക് യശസ്സും ആയുസ്സും പാപങ്ങളും നീങ്ങി അവർക്ക് ക്ഷേമങ്ങൾ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ടാണ് ദക്ഷയാഗം ഇവിടെ സമർപ്പിക്കുന്നു. നമുക്ക് നിർത്തേണ്ട സമയമായി. ഒരു ശിവൻ്റെ നാമാവളി പാടി നമുക്ക് സമർപ്പിക്കാം. ശങ്കര ചന്ദ്രശേഖര ഗംഗാധര സുമനോഹര. ശങ്കര ചന്ദ്രശേഖര ഗംഗാധര സുമനോഹര. പാഹി മാം അഭയങ്കര മൃത്യുഞ്ജയ വിശ്വേശ്വര. പാഹി മാം അഭയങ്കര മൃത്യുഞ്ജയ വിശ്വേശ്വര. നീലകണ്ഠ ഫാലനേത്ര ഭസ്മഭൂഷിത സുന്ദര. നീലകണ്ഠ ഫാലനേത്ര ഭസ്മഭൂഷിത സുന്ദര. പാഹി മാം കരുണാകര പരമേശ്വര സർവേശ്വര. പാഹി മാം കരുണാകര പരമേശ്വര സർവേശ്വര. പരമേശ്വര സർവേശ്വര. പരമേശ്വര സർവേശ്വര. നമഃ പാർവതീപതയേ ഹര നമഃ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്രാശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം. നന്ദകുമാര നവനിതചോര ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. ഹരിശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ്. जय बोल सद्गुरु महाराज की जय. राधेश्याम.